بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ നമ്മയും കുടുംബത്തെയും മരണപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ, രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ, മരിച്ചുപോയവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ, തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. പുണ്യ റമളാൻ അല്ലാഹു പൊരുത്തപ്പെട്ട ഒരു വലിയ അംഗീകാരമായി നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. ആഖിബത്ത് നന്നായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. മലക്കുകളുടെ പ്രാർത്ഥന നമുക്ക് കിട്ടണം എന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു നേട്ടമായി തന്നെ, അല്ലെങ്കിൽ അതിലേക്കൊരു ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെ നമ്മളൊന്ന് ശ്രമിക്ക തന്നെ വേണം. മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യൂലോ? മലക്കുകൾ ദുആ ചെയ്യുന്ന ആളുകളുണ്ട്. 7 സന്ദർഭങ്ങളിൽ മലക്കുകളുടെ ദുആ കിട്ടുമെന്നാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 7 സന്ദർഭങ്ങളിൽ മലക്ക് നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. നമുക്കത് നേടിയെടുക്കാൻ കഴിയണം. ഒന്നാമത്തെ സന്ദർഭം, നിസ്കരിക്കാൻ ജമാഅത്തായി നിൽക്കുമ്പോൾ ഒന്നാമത്തെ സഫിൽ നിൽക്കുക എന്നുള്ള ഒരു ആനുകൂല്യം. ഒന്നാം സഫ്, പ്രത്യേകിച്ച് പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ആണുങ്ങൾ ഒന്നാമത്തെ സഫിൽ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ഒന്നാം സഫുകാർക്ക് വേണ്ടിയിട്ട് മഹാന്മാരായ മലക്കുകൾ ദുആ ചെയ്യുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ എന്ന് മാത്രമല്ല, ഒരു ആത്മീയമായ മജ്ലിസുകളുടെ ഏറ്റവും മുൻനിരയിലേക്ക് വരാൻ തയ്യാറാകുന്നിടത്തൊക്കെ ഈ പ്രാർത്ഥന കിട്ടുമെന്നുള്ളതാണ്. യുസല്ലൂൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ വിളിച്ച് ദുആ ചെയ്യുന്നതിനും പ്രയോഗിക്കാവുന്ന ഒരു പ്രയോഗമാണ്. ആത്മീയമായ കാര്യങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് ഈ പ്രാർത്ഥനയ്ക്ക് അർഹതയുണ്ട്. നമുക്കങ്ങനെ ഒരു സ്വഭാവം, ഏറ്റവും ലാസ്റ്റ് എല്ലാവരും കഴിഞ്ഞിട്ടേ ആവൂ എന്നൊരു തോന്നല്. അപ്പോ ഏറ്റവും മിനിമം നിസ്കാരത്തിന്റെ സഫ് കെട്ടുന്നിടത്തിലാണെങ്കിൽ ഒന്നാം സഫില്, യുദ്ധത്തിനാണ് എങ്കിൽ ഒന്നാം സഫ്, അങ്ങനെ കണ്ടല്ലോ സഫ് കെട്ടി നിൽക്കുക എന്നുള്ള ഘട്ടങ്ങള്. യുദ്ധമുണ്ട്, നിസ്കാരമുണ്ട്, ഹൽക്കകളുണ്ട്, അതുപോലെ തന്നെ ഇൽമിന്റെ മജ്ലിസുകളുണ്ട്. അങ്ങനെയൊക്കെ ഒന്നാം സഫ് എന്ന് പറയുന്ന പരിഗണനയിൽ ദീനിന്റെ കാര്യത്തിൽ മുന്നിൽ വരുന്നിടത്തെല്ലാം മലക്കുകൾ ദുആ ചെയ്യും. ഏറ്റവും മുന്നിലേക്ക് വരുന്ന ആളുകൾക്ക് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിലെ ഹദീസ് പറയുന്നതായി കാണാം. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂൻ അലസ് സഫിൽ അവ്വൽ. ഒന്നാം നിരയിൽ വരുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹുവും അവന്റെ മലക്കുകളും, തീർച്ചയായും അള്ളാഹുവും അവന്റെ മലക്കുകളും കൂടി ഒന്നാം സഫുകാർക്ക് വേണ്ടി ഉള്ള ആനുകൂല്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ചെയ്തു കൊടുക്കൽ, മലക്കുകളുടെ ഭാഗത്തു നിന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ദീനിന്റെ കാര്യത്തിൽ മുൻനിരയിൽ വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം ഈ ഹദീസിലൂടെ കാണപ്പെടുന്നത്. രണ്ടാമത്തേത്, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ച നിസ്കാരപ്പായയിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ മലക്കിന്റെ ദുആ കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാധാരണ അങ്ങനെ ഉണ്ടല്ലോ. നമ്മൾ മഗ്രിബ് നിസ്കരിച്ചു കഴിഞ്ഞാൽ ഇശാ വരെ, ഇശാ മഗ്രിബിന്റെ ഇടയില്, പിന്നെ ഇശായും കൂടി കഴിഞ്ഞിട്ടാണ് ആ നിസ്കാരപ്പായയിൽ എണീറ്റ് പോരുള്ളൂ. അങ്ങനത്തെ സ്വഭാവക്കാരായിരിക്കും എന്റെ മുന്നിലിരിക്കുന്ന മിക്കവാറും എല്ലാവരും അങ്ങനെ ഇരിക്കും. ഇശാ മഗ്രിബിന്റെ ഇടയില് ഏറ്റവും അഫ്ളല് നിസ്കരിച്ച് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എത്തിക്കുക എന്നുള്ളതാണ്. നിസ്കാരം കൊണ്ട് ഹയാത്താക്കേണ്ട സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിലുള്ള സമയം. ഇശാ മഗ്രിബിന്റെ ഇടയിൽ അവ്വാബി നിസ്കരിക്കാം, ഖളാ വീട്ടാം. അവ്വാബി നിസ്കാരത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. 6 റക്അത്തായും ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കാനാണ്. 6 റക്അത്ത് നിസ്കരിക്കാം, 20 വരെ അവ്വാബിൻ നിസ്കരിക്കാവുന്ന അവസരമുണ്ട്. അപ്പൊ ഇശാ മഗ്രിബിന്റെ ഇടയിലെ ഏറ്റവും അഫ്ളലായ അമല് നിസ്കാരമാണ്. നിസ്കാരം കൊണ്ട് ഹയാത്താക്കാൻ ഇശാ മഗ്രിബ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം.
ഏതായാലും മഗ്രിബ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ കൂടിയേക്കുന്നത് ഇഷായും കൂടി നിസ്കരിച്ചിട്ട് പോരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്കുണ്ട് എങ്കിൽ നമുക്ക് മലക്കുകളുടെ പ്രാർത്ഥന കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ മലായികതു തുസല്ലി അലാ അഹദികും മാ ദാമ ഫീ മുസല്ലാഹു അല്ലദീ സ്വല്ലാ ഫീഹി മാ ലം യുഹ്ദിസ് തഖൂലു അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു, ഒരാൾ നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നു, നിസ്കരിച്ചിട്ട് ആ മുസല്ലയിൽ തന്നെ ഇരുന്നത് മൊബൈല് കാണാനല്ല, നിസ്കരിച്ചോടത്ത് തന്നെ ഇരുന്നത് വർത്താനം പറയാനല്ല, അമലുമായി ബന്ധപ്പെട്ടു പ്രതീക്ഷ മുഴുവൻ അടുത്ത നിസ്കാരം വരെ. എന്നാൽ ഇപ്പോ അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നുള്ള കാര്യമാണ് പറയണമെങ്കിൽ അടുത്ത നിസ്കാര സമയം ആകുന്നവരെ, അടുത്ത നിസ്കാരത്തിലെത്തുന്നവരെ അവനായിരിക്കുന്ന സമയത്ത് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കൂലിയുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കൂലിയുണ്ട്. അതോടൊപ്പം തന്നെ മലക്കുകൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ എങ്ങനെ ദുആ ഇറക്കാം? അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. പടച്ചോനെ, ഈ മനുഷ്യന് നീ പൊറുക്കണേ. എപ്പോഴും ആലോചിക്കണം, മലക്കിന്റെ ദുആ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടി പൊറുക്കൽ തേടലാണ്. നമ്മളും അത് തന്നെയാ ചെയ്യുന്നത്. പുണ്യ റമളാനിന്റെ രണ്ടാമത്തെ 10 വന്നു കഴിഞ്ഞാൽ നമ്മളും പൊറുക്കൽ തേടുന്ന ദുആകളാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. ഒന്നേന്ന് തുടങ്ങി അവസാനം വരെ ഈ ദുആ ഉണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞിട്ട് പിന്നെ ചോദിച്ചത് അസ്തഗ്ഫിറുല്ലാഹ്, ബുർക്കാന ചോദിച്ചത്. രണ്ടാമത്തെ 10 വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ദുആയിലുണ്ട് അല്ലാഹുമ്മ ഇഗ്ഫിർ ലീ ദുനൂബി. അല്ലാഹുവേ, നീ എനിക്ക് പൊറുക്കണേ, എന്റെ പാപങ്ങൾ പൊറുക്കണേ. നമ്മൾ ഈ ചോദിക്കുന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യമുള്ള സമയമാണ് റമളാനിന്റെ രണ്ടാമത്തെ 10, മഗ്ഫിറത്തിന്റെ 10. എന്നാൽ മഹാന്മാരായ മലക്കുകൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ദുആ, അല്ലാഹുവേ നീ മനുഷ്യന് പൊറുക്കണേ. ആദ്യം പറഞ്ഞു, ദീനിന്റെ മുൻനിര കാര്യങ്ങളിൽ നമ്മൾ സജീവമാണ് എങ്കിൽ നമുക്ക് മലക്കിന്റെ ഈ പ്രാർത്ഥന കിട്ടും. രണ്ടാമത് പറഞ്ഞു, ഒരു നിസ്കാരം കഴിഞ്ഞ അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നു, അമലുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ് എങ്കിൽ മലക്കിന്റെ പ്രാർത്ഥന കിട്ടുന്നു. ഏത് പ്രാർത്ഥന? അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു അല്ലാഹുമ്മ ഇർഹംഹു. ഈ പ്രാർത്ഥന കിട്ടും. പക്ഷെ മലക്ക് നമുക്ക് വേണ്ടി പൊറുക്കണേന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി. കാരണം അവരുടെ ചിന്തയിൽ അല്ലാതെ മറ്റൊന്നുമില്ല. ഇനി കേട്ടോളൂ, ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോ എങ്ങനെ അടുത്ത നിസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? ആ കാത്തിരിപ്പിൽ ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്ന ആൾക്ക് ഒരു പ്രത്യേക നിബന്ധന പറഞ്ഞിട്ടുണ്ട്. മാലം യുഹ്ദിസ്, ഒളു പോവാതെ നോക്കണം പരമാവധി. ഒളുവോടുകൂടെ തന്നെ ഇരിക്കണം. ഒളുവോടുകൂടെ തന്നെ ഇരിക്കാൻ പരമാവധി അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് വല്ലാത്തൊരു സമയമാണ് ഇശാ മഗ്രിബിന്റെ ഇടയിൽ. അപ്പൊ ഈ നമ്മൾ സൂത്രപ്പണി എടുക്കരുത്. എങ്ങനെ? ഇശാ മഗ്രിബിന്റെ ഇടയിൽ, അതായത് മഗ്രിബ് നിസ്കരിച്ച് ഇശാ നിസ്കരിക്കണവരെ. ഇശാ ബാങ്ക് വിളിക്കാൻ 15 മിനിറ്റ് ഉള്ളപ്പോ പോയി ഒളു എടുത്ത് നിസ്കരിച്ചിട്ട് ഒരു 5-6 മിനിറ്റ് കിട്ടും. ആ സമയത്ത് ഇങ്ങനെ ആടി ദിക്ർ ചൊല്ലി മലക്ക് ഇപ്പൊ ദുആ ഇറക്കുമെന്ന് ഓർത്ത് അങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടിയത് തന്നെയാ. മഗ്രിബിന്റെ നേരമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ കൂടേണ്ട നേരം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച സന്ധ്യാഭയത്തിന്റെ നേരം. ആരൊക്കെ ഇന്ന് ആ നേരത്തെ പേടിയുള്ള? ആ സമയത്ത് പിശാചുകളെ അല്ലാഹു ഭൂമിയിൽ വാരി വിതറുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മഗ്രിബ് മുതൽക്ക് ഇശാഇന്റെ സമയം കടക്കുന്നത് വരെ ഒരു അപകടം പിടിച്ച സമയമാണ്. കൊച്ചുമക്കളെ നിങ്ങൾ ആ സമയം പുറത്തേക്ക് വിടല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഒരു സന്ധ്യാഭയം നമുക്ക് പണ്ട് ഉണ്ടായിരുന്നു. ഇന്ന് ട്യൂഷൻ ക്ലാസ് തുടങ്ങുന്നത് ആ സമയത്താ. അവസ്ഥ അതാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പ്രിയമുള്ളവരെ, ചിന്തിച്ചു നോക്കണേ.
അള്ളാഹുവിന്റെ ഹബീബ് പിശാചിനെ അള്ളാഹു വിതറി എന്ന് പറയുന്നത് കാര്യമായി തന്നെയാണ്. ആ സമയത്ത് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയത്ത് കുട്ടികളെ റാഞ്ചുന്ന പിശാചുണ്ട്. പിശാച് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ കയറിക്കൂടുന്ന സാധനമാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, ചില പേനയില് 2 റീഫില്ലർ കിടപ്പുണ്ടാവും, ചുവപ്പുണ്ടാവും, നീല ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മനുഷ്യന്റെ റൂഹ് പോലെ പിശാചും കയറുമെന്ന് പരിശുദ്ധ ഖുർആൻ. യതഖബ്ബതുഹു ശൈത്വാൻ എന്ന സൂറത്തുൽ ബഖറയിൽ ഒരു പ്രയോഗമുണ്ട്. പലിശ തിന്ന് ജീവിച്ചവൻ ഖബറിൽ നിന്നും എഴുന്നേൽക്കുന്നത് പിശാച് ബാധ ഉള്ളവനെ പോലെ. അപ്പൊ പിശാചിന്റെ ബാധ ഉണ്ടെന്ന് ഖുർആനാ പറഞ്ഞത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞല്ലോ, പിശാച് നിന്റെ ശരീരത്തിന്റെ അകത്ത് കയറും. രക്തം ഒഴുകുന്ന ഇടത്തിൽ മുഴുവൻ നിന്റെ ശരീരത്തിൽ ഇടം പിടിക്കാൻ പിശാചിന് കഴിവുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രക്തം ഒഴുകുന്ന ഇടത്തിൽ പിശാച് കയറുമെന്ന് റസൂലുള്ള പറഞ്ഞു. അപ്പൊ ശരീരത്തിന്റെ അകത്ത് അത് കയറിക്കൂടും. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ പെൺമക്കൾ പഠിക്കുന്ന കാലം, അവർക്ക് ശരീരത്തിന് ശുദ്ധിയില്ലാത്ത സമയം ആ നേരത്തെ പുറത്തു വിടരുത്. പെൺമക്കൾ തന്നെയല്ല, ദുർബലമാണ് ആ ശരീരം, അമലില്ലാത്ത ശരീരമാണ്. അമല് കൊണ്ട് പിശാചിനെ അകറ്റി നിർത്താൻ പറ്റാത്ത ഒരു സന്ദർഭമാണത്. അശുദ്ധിയുടെ നേരത്ത് സ്ത്രീകളിലേക്ക് പിശാചിന് കൂടുതൽ വേഗത്തിൽ അടുക്കാം. ശുദ്ധിയില്ലല്ലോ. നമ്മൾ പറയുന്നുണ്ട് പിശാചിനെ അകറ്റി നിർത്തുന്നോടത്ത് ശുദ്ധിയെ കുറിച്ച്. ശുദ്ധി വന്നു കഴിഞ്ഞാൽ പിശാച് അങ്ങോട്ട് മാറിക്കും. എന്തുകൊണ്ട്? ശുദ്ധി അള്ളാഹുവിന് ഇഷ്ടമാ. അള്ളാഹുവിന് ഇഷ്ടമുള്ളതൊന്നും പിശാചിന് ഇഷ്ടമല്ല. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഖിരീൻ. തൗബ ഉള്ളവൻ ആത്മീയ ശുദ്ധി, തൗബയുള്ളവനെ അള്ളാഹുവിന് ഇഷ്ടമാണ്. ആത്മീയ വിശുദ്ധി, ശരീര വിശുദ്ധി കേട്ടോളൂ. വയുഹിബ്ബുൽ മുതതഖിരീൻ. ശരീരത്തിന് വൃത്തിയും വെടിപ്പുമുള്ളവന് വൃത്തിയും വെടിപ്പുമുള്ളവന് അള്ളാഹുവിന് ഇഷ്ടമാണ്. അള്ളാഹുവിന് ഇഷ്ട ശരീരത്തിന് ശുദ്ധിയുള്ള ആള്. ശരീരത്തിന്റെ ശുദ്ധി വരിക വഴി, അല്ലെങ്കിൽ നല്ലൊരു വസ്ത്രം നല്ലത് വരിക വഴി. ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ചോ പിശാച് നമ്മുടെ ബുദ്ധിയിൽ ഇടപെടില്ല. ഇമാമുന ശാഫിഈ മൻ നളഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ഇമാം ശാഫിഈ പറയുന്നു, ഫത്വൽ മുഈനിലുണ്ട്, ഒരാളുടെ വസ്ത്രം ശുദ്ധമായ വസ്ത്രമാണ് എങ്കിൽ, വൃത്തിയുള്ള വസ്ത്രമാണ് എങ്കിൽ, അവന്റെ മനസ്സിന്റെ അകത്തേക്ക് പിശാച് വേണ്ടാത്ത ചിന്ത കൊണ്ടുവരൂല. ഒരാളുടെ വസ്ത്രം ശുദ്ധമാണ്, കൂടെ ഒരു അത്തറും പുരട്ടിയിട്ടുണ്ട്. അത്തറ് പെണ്ണ് പുരട്ടാം, പക്ഷെ അന്യ ആണിന് അതിന്റെ മണം കിട്ടരുതെന്നേ ഉള്ളൂ. ആ രീതിയിൽ അത്തറ് പുരട്ടാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ കാര്യത്തിൽ കർശന നിലപാട് പറഞ്ഞിട്ടുണ്ട്. അന്യ ആണ് മണം കിട്ടത്തക്ക രീതിയിൽ പെണ്ണ് അത്തറ് സുഗന്ധം ഉപയോഗിക്കാൻ പാടില്ല, അല്ലാത്ത നിലക്ക് പുരട്ടാം. ഒരാളുടെ വസ്ത്രം വെടുപ്പുള്ളതാണ്, വൃത്തിയുള്ളതാണ് എങ്കിൽ ആ മനുഷ്യന്റെ ടെൻഷൻ, മനസ്സിന്റെ നീറുന്ന ചിന്ത, പിശാച് അവനെ മാനസികമായി പിന്തിരിപ്പിക്കുന്ന ഘട്ടങ്ങളിൽ നിന്നും പിശാച് ഒഴിഞ്ഞു പോകുമത്രേ. അതോടൊപ്പം ഒരൽപ്പം സുഗന്ധവും കൂടി ഉണ്ട് എങ്കിൽ ആ മനുഷ്യന്റെ ബുദ്ധി വർദ്ധിക്കുമത്രേ. ആ കുട്ടികളൊക്കെ സ്കൂളിൽ വിടുമ്പോ നല്ല വൃത്തിയുള്ള ഡ്രസ് നല്ലതാണ്, ബുദ്ധി തെളിയും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശുദ്ധിയുള്ളവരെ പിശാച് ഇഷ്ടപ്പെടുന്നില്ല, ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്തിനാണ് ഞാനിത് പറഞ്ഞത്? ശരീരത്തിന്റെ ശുദ്ധിയില്ലാത്ത നേരത്ത് പിശാച് പാഞ്ഞു കയറുമെന്നാ. പിശാച് പാഞ്ഞു കയറും, ഓടി വന്നങ്ങ് കയറും. അതുകൊണ്ട് ഇശാ മഗ്‌രിബിന്റെ ഇടയിലുള്ള സമയം ഏറ്റവും വിലപ്പെട്ടതാണ്. ഇനി കാണാമല്ലോ,
ഇനി കാണാമല്ലോ അള്ളാഹുവിന്റെ മലക്കുകൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന 7 സന്ദർഭങ്ങളിലെ മൂന്നാമത്തേത് ഇൻദ ഇയാദത്തി മരീദ്. ഒരു രോഗിയെ കാണാൻ പോയാൽ, രോഗിയെ കാണാൻ പോയിട്ട് രോഗിനെ കൊല്ലാൻ പോകരുത്, മാനസികമായി തളർത്തി കളയാൻ പോകരുത്. രോഗിയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഒരുപാട് നേരം ഇരിക്കാൻ പാടില്ല. ഇമാമുന നവവി എന്നിട്ടോ പ്രതീക്ഷകളുടെ വാക്ക് കൊടുക്കാം. വേഗം മാറിക്കോളത്, കുറച്ച് ദിവസത്തെ കാര്യമുള്ളൂ. പ്രതീക്ഷകളുടെ വാക്ക് കൊടുക്കുന്നതിന്റെ കൂടെ രോഗിയുടെ കൈക്ക് പിടിക്കുക, എന്നിട്ട് പറയണം ദുആ ചെയ്യണേ. നീ ദുആ ചെയ്താൽ അല്ലാഹു ഉത്തരം ചെയ്യും. നിന്റെ ദുആയിൽ എന്നെ ചേർക്കണേ. രോഗിയോട് പറയണം. കൊറോണ പിടിച്ചോടുത്ത് പോയിട്ട് കയ്യെ പിടിക്കരുട്ട, അതല്ല പറഞ്ഞത്. രോഗിയെ സന്ദർശിക്കാൻ പോകുന്നതിന്റെ അദബുകൾ. രോഗിയെ കാണാൻ പോകുമ്പോ കുറഞ്ഞ നേരം അവിടെ ഇരിക്കാവളോ. ലോകത്തുള്ള എല്ലാ വർത്താനം കൊണ്ടുപോയിട്ട് പൊതിഞ്ഞു കെട്ടി അവിടെ കൊണ്ടിട്ട് പൊതി അങ്ങോട്ട് തുറക്കാം, ഒക്കെ അങ്ങോട്ട് സംസാരിക്കാം. നമ്മൾ പോരലോട് കൂടെ അടുത്ത വണ്ടി വിളിച്ച് രോഗിയെ ആസ്റ്ററിലേക്ക് കൊണ്ടുപോവാം. ആ അവസ്ഥ രോഗിയെ കാണാൻ പോകുമ്പോൾ ഉണ്ടാകാൻ പാടില്ല. കൊല്ലാൻ പോരുതെന്ന് പറഞ്ഞതാ. രോഗിയെ കാണാൻ പോകുന്നവൻ അല്ലാഹുവിന്റെ മലക്കിന്റെ ദുആ ഉണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മാ മിൻ റജുലിൻ യഊദു മരീളൻ മുംസിയാ ഇല്ലാ ഖറജ മിൻഹു മഅഹു 70,000 മലക്കിൻ യസ്തഗ്ഫിറൂന ലഹു ഹത്താ യുസ്ബിഹാ. രോഗിയെ കാണാൻ പോയത് വൈകുന്നേരമാണ് എങ്കിൽ നമ്മൾ ആത്മാർത്ഥമായതൊരു അമലാണെന്ന് കരുതിയാണ് പോകുന്നത് എങ്കിൽ രോഗസന്ദർശനം മുസ്ലിമീങ്ങൾക്കിടയിലെ പ്രധാന ബാധ്യതയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഞാനൊന്ന് അവിടെ പോയില്ലെങ്കിൽ അങ്ങേരെ എനിക്ക് കരണത്തിന് സ്വൈര്യം തരൂല. ഒന്ന് പോവാതെ എങ്ങനെ എന്ന നെയ്യത്തിൽ പോയിട്ട് കാര്യമില്ല. ഇതൊരു അമലാണ്. സുബഹിയുടെ മുന്നേ ഈ അമല് പൂർത്തീകരിച്ചവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിച്ചപ്പോ സിദ്ദീഖ് തങ്ങൾ ചിരിച്ചിട്ട് മുന്നിൽ വന്നിട്ട് പറഞ്ഞു, ഞാനുണ്ട് നബിയേ. സുബഹിക്ക് മുമ്പാണെങ്കിൽ പോലും ആ സമയത്തെ ഒരു അമലായി കണ്ട് ആ സമയത്തിലും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് ആ സമയത്ത് പോലും സമയം കിട്ടിയതപ്പോഴാ. രോഗസന്ദർശനത്തിന് വീട്ടുകാർക്ക് തടസ്സമില്ലാത്ത നേരത്ത് വേണം ചെല്ലാൻ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അന്ന് സുബഹിക്ക് പോയി എന്ന് പറയുന്നത് അങ്ങനത്തെ വീട്ടിലായിരിക്കുള്ളൂ. ഏതായാലും രോഗം സന്ദർശിക്കാൻ പോയത് വൈകുന്നേരമാണെങ്കിൽ നിന്റെ കൂടെ 70,000 മലക്കുണ്ടാവും. ആ 70,000 മലക്ക് നിനക്ക് വേണ്ടി ദുആ ചെയ്യും സുബഹി വരെ. ഞാനിപ്പോ ഒരു 70 പേരെ കണ്ടിട്ട് എനിക്ക് വേണ്ടി ദ്വാരക്കണം എന്ന് പറഞ്ഞ് എല്ലാവരും നിരത്തി അങ്ങോട്ട് ഇരുത്തി സുബഹി വരെ ദ്വാരക്കണം എനിക്ക് വേണ്ടിട്ട്. എത്ര രൂപ കൊടുക്കണം? ഒരു 5 മിനിറ്റ് ഒക്കെ നല്ല ദ്വാര കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നെ ഈ ഇരിക്കുന്ന ആളെ എപ്പോഴും എണീറ്റ് പോണേന്ന് ആലോചിച്ചായിരിക്കും ദ്വാരക്ക. അപ്പൊ പിന്നെ ദ്വാരക്കണേന്റെ കാര്യമൊക്കെ കണക്കാം. അപ്പൊ നമ്മൾ അതിന്റെ ചെലവൊന്ന് കൂട്ടി 70,000 മലക്കുകൾ തുടങ്ങുമ്പോൾ ഏതൊരു ഇഖ്ലാസോടുകൂടെ അതേ ഇഖ്ലാസ് തീരുന്നവരെ അല്ലാഹുവേ മനുഷ്യന് നീ പൊറുക്കണേ. സുബഹിക്ക് ശേഷമാണ്, അതായത് പകലാണ് നീ രോഗിയെ സന്ദർശിക്കാൻ പോകുന്നത് എങ്കിൽ പകൽ മുഴുവൻ നിന്റെ കൂടെ 70,000 മലക്ക് സന്ധ്യ വരെ നിനക്ക് വേണ്ടി അല്ലാഹുവോട് പൊറുക്കാൻ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്ക് ദുആ ഇറക്കണ കാര്യം പറഞ്ഞല്ലോ. ഇനി കേട്ടോളൂ, കാന ലഹു ഖരീഫുൻ ഫിൽ ജന്ന. ഇഖ്ലാസോടുകൂടെയാണ് ഒരു രോഗിയെ കാണാൻ പോകുന്നത് എങ്കിൽ അതിന്റെ പേരിൽ നിനക്ക് സ്വർഗം ഉറപ്പെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പ സുഖമില്ല, ഞാനൊന്ന് പോയി വരട്ടെ, നീയത്ത് ഇതുണ്ടോ എന്നാൽ ഈ ആനുകൂല്യം നിനക്ക് കിട്ടി. ഉമ്മ സുഖമില്ല, എത്ര ദിവസമായി, ഞാനൊന്ന് പോയി വരട്ടെ. കേവല സന്ദർശനമല്ല രോഗസന്ദർശനം, വലിയ ഇബാദത്താ. 70,000 മലക്ക് നിന്റെ കൂടെ വരുന്ന ഇബാദത്താ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി കേട്ടോളൂ, നമുക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യുന്ന 4ാമത്തെ ഘട്ടം നമ്മുടെ ഒരു ആത്മമിത്രത്തെ കാണാൻ വേണ്ടി പോയി. സൗഹൃദങ്ങൾക്ക് വിലയുണ്ട്.
ഒരു കൂട്ടുകാരിയെ കാണാൻ പോകുന്നതിന് വിലയുണ്ട്. കൂട്ടുകാരെ തെരഞ്ഞെടുക്കുമ്പോ മുഅ്മിനാവണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്സാദിഖീൻ. നിങ്ങളുടെ കൂട്ട് സ്വാദിഖീങ്ങളോടാവണം. സ്വാദിഖീങ്ങൾ മുത്തഖീങ്ങളാ. ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സത്യത്തിൽ നിൽക്കുന്നവർ. സത്യമെന്നത് ഏറ്റവും വലിയ സത്യം ലാ ഇലാഹ ഇല്ലല്ലാഹയാണല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സത്യം അല്ലാഹയാണ്. അത് വലിയൊരു കാര്യമാണ്. നല്ല കൂട്ടുകാർ നമ്മോട് നല്ലത് മാത്രമേ പറയൂ. ഈ ആയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അള്ളാഹു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ തഖ്വയോടുകൂടെ. ശേഷം പറഞ്ഞു വകൂനൂ മഅസ്സാദിഖീൻ. ഒരാളുടെ തഖ്വ നിലനിൽക്കാൻ അയാൾക്ക് നല്ല ചങ്ങാതി വേണം എന്നല്ല അതിനർത്ഥം. അപ്പൊ തഖ്വ നിലനിർത്തി കൊണ്ടുപോണ ചങ്ങാതി ആയിരിക്കും. അങ്ങനത്തെ കൂട്ട് വേണം. നമ്മോട് നിസ്കരിക്കാൻ പറയുന്ന കൂട്ടുകാരൻ, അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട് എങ്കിൽ അയാളെ കാണാൻ ഇടക്ക് പോവണം. അത് പുണ്യമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്ക് ദുആ ചെയ്യും നമുക്ക് വേണ്ടി. അങ്ങനെ ഒരു കൂട്ടുകാരനുണ്ട് എങ്കിൽ അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അന്ന റജുലൻ സാറ ഖല്ലഹു ഫീ ഖറിയത്തിൻ ഉഖറാ. മറ്റൊരു നാട്ടിലുള്ള കൂട്ടുകാരനെ കാണാൻ വേണ്ടി ഈ നാട്ടിലെ കൂട്ടുകാരൻ പോവാണ്. ആ സമയത്തുണ്ടല്ലോ ഫഅർസദല്ലാഹു ലഹു അലാ മദ്റജതിഹി മലക്കാ. ഒരാളെ പറ്റി റസൂലുള്ളാഹി പറയാണ്, കൂട്ടുകാരനെ കാണാൻ അടുത്ത ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുന്നു. അയാളുടെ വഴിയിൽ അല്ലാഹു ഒരു മലക്കിനെ പറഞ്ഞയച്ചു. ഈ മലക്ക് അയാളുടെ പിന്നാലെ കൂടി. മലക്ക് അയാളോട് ചോദിച്ചു, അയിന തുരീദു, നീ എവിടേക്ക് പോവാ? മലക്കാന്ന് മറ്റേ അറിഞ്ഞിട്ടില്ല. ഈ മനുഷ്യൻ പറഞ്ഞു, ഉരീദു അഖല്ലി ഫീ ഹാദിഹിൽ ഖറിയ. ഈ നാട്ടിൽ എനിക്കൊരു കൂട്ടുകാരനുണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഇന്നിപ്പോ കൂട്ടിന് ഒരു പരിധിയില്ല, ആണും പെണ്ണും കൂട്ടാ. അങ്ങനെ ഒരു കൂട്ട് ഇസ്ലാമിലില്ല. മലക്കാണെന്നറിയാതെ അവൻ അയാളോട് പറഞ്ഞു, എന്റെ ഒരു കൂടപ്പിറപ്പ് അല്ലെങ്കിൽ എന്റെ ഒരു കൂട്ടുകാരൻ ഈ നാട്ടിലുണ്ട്, ഞാൻ അയാളെ കാണാൻ പോവാണ്. അപ്പൊ ചോദിച്ചു, ഹല്ലക അലൈഹി മിൻ നിഅമത്തിൻ തറുബുഹ, നിനക്ക് അയാളെ വല്ലതും ഇങ്ങോട്ട് തരാനുണ്ടോ? കിട്ടാനുള്ളത് വാങ്ങാൻ പോണതാണോ? അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് ലാഭം കിട്ടണ കച്ചവടത്തിന് മാത്രം പോണവരാ നമ്മള്. അയാള് നിനക്ക് തരൽ നിർബന്ധമായ എന്തെങ്കിലും അയാൾ തരാത്തത് ചോദിച്ചു വാങ്ങാൻ വേണ്ടി നീ പോകുന്നതാണോ? ഖാലല, ഹേ അങ്ങനെയല്ല. ഗൈറ അന്നി അഹിബബ്തുഹു ഫില്ലാഹി അസ്സ വജല്ല. ഇല്ല, ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്താൻ. അള്ളാഹുവിന് ഇഷ്ടമാ രണ്ട് കൂട്ടുകാരെ. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അർശിന്റെ തണല് കിട്ടുന്ന 7 വിഭാഗത്തിലുണ്ട്. വറജുലാനി തഹബ്ബാ ഫില്ലാഹി വജ്തമആ അലൈഹി വതഫറഖാ അലൈഹി. രണ്ട് കൂട്ടുകാര് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ജീവിച്ചവരവര്. കയ്യ് കോർത്തത് അതിനു വേണ്ടിയാ. അവരെപ്പോൾ ഒരുമിച്ച് കൂടിയാലും അങ്ങുമിങ്ങും അള്ളാനെ മറന്നിട്ടുള്ള ഒന്നും പറയൂല, ഒന്നും ചെയ്യൂല. അവർ പിരിയുമ്പോഴും പരസ്പരം അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തിയിട്ടാ പോവാ. അങ്ങനെ ഒരു കൂട്ടുകാരൻ ഈ ആയുസ്സിൽ എനിക്ക് ഉണ്ടെന്ന് പറയാൻ ആർക്കാ കഴിയാം? അതൊരു വലിയ സമ്പാദ്യമാ. അത് വലിയ ഒരു സമ്പാദ്യമാ. കൂട്ടെവിടെയും കിട്ടും, ആ കൂട്ടല്ല. അങ്ങനത്തെ ഒരു കൂട്ടുകാരൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനത്തെ ഒരു കൂട്ടുകാരി എന്റെ സഹോദരിക്ക് വേണമല്ലോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ളവർക്ക് അർശിന്റെ തണലുണ്ട്. മലക്കിനോട് ഇയാള് പറഞ്ഞു, എനിക്ക് ഒന്നും തരാനില്ല അദ്ദേഹം, പക്ഷേ ഞാൻ അദ്ദേഹത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്, പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ. അപ്പോൾ ഈ മലക്ക് പറയുമത്രേ, ഫഇന്നീ റസൂലുള്ളാഹി ഇലൈക,
അള്ളാഹു പറഞ്ഞയച്ചു എന്നെ നിന്നെ വന്ന് കാണാൻ വേണ്ടി. ഞാൻ അള്ളാഹുവിന്റെ മലക്കാണടോ. അല്ല എന്നെ എന്തിനാ നിന്റെ അടുക്കിലേക്ക് പറഞ്ഞയച്ചതെന്നറിയുമോ? ബിഅന്നല്ലാഹ ഖദ് അഹബ്ബക കമാ അഹ്ബബ്തഹു ഫീഹി. അള്ളാന്റെ തൃപ്തിയിലായി, പൊരുത്തത്തിലായി നീ അവനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, അതുപോലെ അല്ല നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നത് നിന്നോട് പറയാൻ വേണ്ടി അല്ല എന്നെ പറഞ്ഞയച്ചതെന്ന് മലക്ക് അയാളോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിം. മലക്കിന്റെ പ്രാർത്ഥന കിട്ടുന്ന ഘട്ടമാണിത്. കൂട്ടുകാരനെ സന്ദർശിക്കൽ 4 പറഞ്ഞു അല്ലെ, ഇനി 3 കൂടിയുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. 5-മത്തേത് കേട്ടോളൂ. നമ്മുടെ ഒരു സഹോദരന് വേണ്ടി, കൂട്ടൊന്നും വേണമെന്നില്ല, ഒരു മുസ്ലിമായ സഹോദരന് വേണ്ടി, കൂട്ടൊന്നും കൂടണമെന്നില്ല, ഒരു മുസ്ലിമായ ഒരു സഹോദരന് വേണ്ടി. അടുത്തത് നമ്മൾ ദ്വാരക്കാണ്. ഇവിടെ ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കുന്നു. സാധാരണ ഇവിടെ ഉണ്ടാവുന്ന ആളാണ് ഇവിടെ അലിക്കുഞ്ഞി ഹാജി അല്ലെ. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, പനിയാണ്, അള്ളാഹു രോഗങ്ങൾ ശിഫയാക്കട്ടെ. ഇതൊരു ദുആയാണ്, ആത്മാർത്ഥമായ ദുആയാണ്. റമളാന്റെ അനുഗ്രഹീതമായ ഈ ഇൽമിന്റെ മജ്ലിസിൽ ആ സഹോദരൻ 1-മത്തെ നിരയിലുണ്ടാകുന്നു. പനിയാണ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹത്തിന് അള്ളാഹു പനിക്ക് കൂലി കൊടുക്കട്ടെ, ശിഫാ കൊടുക്കട്ടെ. ഇതൊരു ദുആയാണ്, ആത്മാർത്ഥമായ ദുആ. കേട്ടോളൂ, അള്ളാഹുവിന്റെ ഹബീബ് പറയുന്നു നമുക്ക് വേണ്ടി മലക്ക് ദുആരക്കും. ഇപ്പൊ നമ്മൾ ആ ദുആ ചെയ്തതിനും ആമീൻ പറഞ്ഞതിനും നമുക്ക് വേണ്ടി മലക്ക് ദുആ ചെയ്യാ എന്നത് നാം കണ്ട സെൻസറുകളിൽ ഏറ്റവും വലിയ സെൻസറാണ് മലക്കിന്റെ ദുആ. നമ്മൾ ദുആ ചെയ്യുന്ന അതേ സെക്കൻഡിൽ മലക്കും ദുആ തുടങ്ങി. നമ്മൾ ആമീൻ പറയുന്ന അതേ സെക്കൻഡിൽ മറ്റു മലക്കുകൾ ആമീൻ പറയുന്നു, അതിലും വേഗത്തിൽ. നമ്മുടേത് അവിടെ എത്തുന്നതിനും മുന്നേ മലക്കിൻ്റെത് അവിടെ എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലിഅഖീഹി ബിളഹിരിൽ ഗൈബി. തന്റെ കൂട്ടുകാരന്റെ, സ്നേഹിതന്റെ, സുഹൃത്തിന്റെ, മുസ്ലിം സഹോദരന്റെ അസാന്നിധ്യത്തിൽ അയാളെ ബോധിപ്പിക്കാതെ ആത്മാർത്ഥമായി അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന, ആ സഹോദരിക്ക് വേണ്ടി എന്റെ സഹോദരി ചെയ്യുന്ന ദുആ മുസ്തജാബ, വേഗത്തിൽ ഉത്തരമുള്ളതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ദുആ ചെയ്യുന്ന നേരം നമ്മുടെ പിരടിയുടെ പിന്നിലുണ്ട് മലക്കിനൊരു മലക്ക് എഴുന്നേറ്റിട്ടുണ്ട്. കുല്ലമാ ദഅ ലഹു ബിഖൈർ, അവർക്ക് വേണ്ടി നമ്മൾ ഖൈർ കൊണ്ട് ദുആറുന്ന നേരത്തൊക്കെ ഈ മലക്ക് അല്ലാഹുവോട് പറയും, ഖാലൽ മലക്കുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലിഹി. അല്ലാഹുവേ, ഈ മനുഷ്യൻ ദുആ ചെയ്തത് നീ സ്വീകരിക്കുകയും ഇയാൾക്ക് വേണ്ടി, ഇയാൾ അദ്ദേഹത്തിന് ചോദിച്ച കാര്യം ഞാൻ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ആളെ ബോധിപ്പിക്കാതെ അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ദുആ ഉത്തരവുണ്ട്. അതോടൊപ്പം തന്നെ അതേ കാര്യത്തിൽ, അതേ ക്വാളിറ്റി അല്ല, അതിലും ക്വാളിറ്റിയിൽ നമുക്ക് വേണ്ടി മലക്കിന്റെ ദുആ വേറെയുണ്ട്. മലക്ക് ദുആ ഇറക്കുന്ന 6-മത്തെ ഘട്ടം, മലക്ക് ദുആ ഇറക്കുന്ന 6-മത്തെ ഘട്ടം പിശാചിനെ അകറ്റി നിർത്തിയിട്ട് ഉളൂ ചെയ്യലാണ്. പിശാചിനെ അകറ്റി നിർത്തേണ്ട ഒരു പ്രധാന ഘട്ടം ഉറങ്ങാൻ നേരം. പിശാചിനെ അകറ്റി നിർത്തണം. ഉറങ്ങാൻ നേരം അവൻ വരും. മൂപ്പരുടെ പണി എന്താ? ഉറക്കലാണ്. ഇപ്പൊ പഴയ മാതിരിയല്ല, പിശാചിന്റെ ഡ്യൂട്ടിക്ക് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. ഉറക്കാതിരിക്കലാണ്. ഉറങ്ങിയ പിന്നെ ഹലാക്കിലെ ഉറക്കലുമാണ്. അപ്പൻ പട്ടിയെ വിറ്റു. എന്തുകൊണ്ട്? 3 മണിയായിട്ട് മോൻ ഉറങ്ങണില്ല. പിന്നെ എന്തിനാ പട്ടീനെ വളർത്തുന്നത്? കള്ളം വന്നതറിയാനാണല്ലോ അപ്പൻ പട്ടിയെ വളർത്തിയത്. അങ്ങനെ അപ്പൻ പട്ടിയെ വിറ്റു. എന്തുകൊണ്ട്? 3 മണിയായിട്ടും മോൻ ഉറങ്ങലില്ലപ്പ. നീ എന്തിനാ ഒരു പട്ടി? പട്ടിയുടെ ചെലവ് കൂടുതലാ. അപ്പൊ ഉറക്കാതിരിക്കലും ഇബ്ലീസിന്റെ പണിയാ. ഉറങ്ങി അങ്ങനെ നല്ലൊരു ഉറക്കലും എണീക്കാണ്ടിരിക്കാൻ വേണ്ടി അവൻ ചെവിയിൽ കൊണ്ടുവന്നിട്ട് മൂത്രം തളിച്ചിട്ട് പോവും. അവൻ മുള്ളിട്ട് പോവും.
പിശാച് മൂത്രമൊഴിക്കും ചെവിയിൽ. ഫത്ഹുൽ ബാരി സയ്യിദുനാ റസൂലുള്ളാഹി, പിശാചിന്റെ മൂത്രം ചെവിയിൽ വീണാൽ അന്ന് സുബഹി നിസ്കരിക്കാൻ നമുക്ക് പറ്റൂല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. പിശാച് എന്ന് പറഞ്ഞാൽ തന്നെ വൃത്തികെട്ടതാ. അതും മൂത്രമൊഴിച്ചു എവിടെ? നമ്മുടെ ചെവിയില്. എന്തേ? നമ്മള് സുബഹി നിസ്കരിച്ചിട്ടില്ല. എണീക്കാൻ പാടില്ല. നിന്നെ കെട്ടും പിശാച്, കെട്ടിട്ട് വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നീ എഴുന്നേൽക്കുമ്പോ ഒന്നാമത്തെ കെട്ടുപൊട്ടി, നീ പോയി ഒളു ചെയ്യുമ്പോൾ രണ്ടാമത്തെ കെട്ടുപൊട്ടി, നീ എഴുന്നേറ്റ് ഒളു ചെയ്തു വന്നു. ഈ അടുത്തൊരാൾ ദുആ ചെയ്യാൻ എന്നോട് പറഞ്ഞു. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണേ. ഉസ്താദെ, വർഷങ്ങളായി എനിക്ക് നിസ്കാരം മുടക്കമാണ്. ഞാൻ ചോദിച്ചെന്തേ? ഞാൻ ആരും കാണുന്നില്ലെങ്കിൽ നിസ്കരിക്കൂല. നിസ്കരിക്കാൻ വേണ്ടി ഞാൻ കയറി വന്നാൽ ഒരു പക്ഷെ ഉണ്ടെങ്കിൽ പോലും ഞാൻ വാതിലടച്ച് വെറുതെ ഇരിക്കും, നിസ്കരിക്കൂല. എല്ലാരും നോക്കുമ്പോ ഞാൻ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ട്. നല്ല അടിയുടെ കുറവാന്ന്. ആരടിക്കണം? നമ്മുടെ ശരീരത്തെ നമ്മൾ അടിക്കണം. എങ്ങനെ അടിക്കണം? ആ ആഗ്രഹത്തെ നടത്തി കൊടുക്കരുത്. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മയ്യത്ത് കുളിപ്പിച്ച നേരത്തെ ശരീരത്തിൽ ചാട്ടവാറിന്റെ അടി കണ്ട് സ്വഹാബികൾ. എന്തേ? ഉമറിനെ ഉമർ തല്ലി. കുഴപ്പമില്ലല്ലോ. എന്താ ഉമറേ നീ നന്നാവാത്തത്? അള്ളാഹുവിന്റെ വാനലോകത്ത് ഈ ഉമറിനെ ബഹുമാനിക്കാത്ത ഒരു മലക്കും ഇല്ലേ ഇല്ല. നബി മുഹമ്മദ് മുസ്തഫ. ആലോചിച്ചു നോക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ തീരുമാനങ്ങളുടെ പ്രഹരം കൊണ്ട് തിരുത്തണം. എന്റെ പ്രിയമുള്ളവരെ, ഒളു കഴിഞ്ഞു, രണ്ടാമത്തെ കെട്ടുപൊട്ടി, നിസ്കരിച്ചോളൂ, മൂന്നാമത്തെ കെട്ടും പൊട്ടി. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഉറങ്ങാൻ നേരം പിശാചിനെ അകറ്റണം. ഓതേണ്ടത് മുഴുവൻ ഓതണം, ചൊല്ലേണ്ടത് ചൊല്ലണം. അറ്റ്ലീസ്റ്റ് ഒളു വേണം. ശരീരത്തിന് ശുദ്ധിയില്ലാത്ത സഹോദരിമാർ ഒളു ചെയ്യേണ്ടതില്ല. അല്ലാത്തവരൊക്കെ ഒളു ചെയ്യണം. ഒളുവോടുകൂടെ ഉറങ്ങണം. അങ്ങനെ ഉറങ്ങുന്നവർക്കും അള്ളാഹുവിന്റെ മലക്കുകൾ ദുആ ചെയ്യും. ഉണരുന്നവരെ നമുക്ക് ഉറക്കത്തിലും ദുആ കിട്ടാണ്. ഏത് ദുആ? ഉറപ്പുള്ള ദുആ, മലക്കിന്റെ ദുആ. ഇബ്നു ഹിബ്ബാന്റെ സ്വഹീഹിലുണ്ട് ഹദീസാൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി, കുറച്ചുകൂടി ഖാല റസൂലുള്ളാഹി മൻ ബാത താഹിറൻ ബാത ഫീ ശിആരിഹി. ഒരാള് രാത്രിയിൽ ശുദ്ധിയോടുകൂടെ ഉറങ്ങി. ഭർത്താവ് തൊട്ട് ഒളു മുറിഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ നീ വന്ന നിന്റെ കിടപ്പറയിൽ കേറുന്നവരെ നിനക്ക് ഒളു ഉണ്ടാവണം. എന്നാൽ ഒളുവിന്റെ പരിഗണന കിട്ടിക്കഴിഞ്ഞു. നിന്റെ കിടപ്പറയിൽ കേറുന്നവരെ, ആ കയറി എന്നെ നടയിൽ വെച്ച് തോണ്ടി മുപ്പര് എന്നാ പോയി ഒന്നുകൂടി ഒളു കൊടുക്കണം. കിട്ടൂല. കിടപ്പറ കയറണവരെ. അങ്ങനെയുണ്ട്. കിടപ്പറയിൽ കയറിയ ശേഷം, കിടപ്പറയിൽ നമ്മുടെ ശരീരം വെച്ച ശേഷം ഇരിക്കോ കിടക്കോ ചെയ്തോ, ഇനി ഒളു പോയിക്കോട്ടെ, കുഴപ്പമില്ല. അതുവരെ നിനക്ക് ഒളു ഉണ്ടായ പരിഗണന തന്നെ അതിന് ശേഷമുള്ളത്. ഒളുവോടുകൂടെ കിടക്കുന്ന ആൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ മലക്ക് ദുആ ചെയ്യും. ഫലാ യസ്തൈഖിളു ഇല്ലാ ഖാലൽ മലക്കു അല്ലാഹുമ്മ ഗ്ഫിർ ലി അബ്ദിക ഫുലാൻ ഫഇന്നഹു ബാത താഹിറാ. മഹാനായ ഇമാം ഇബ്നു ഹിബ്ബാൻ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. പടച്ചോനെ, ഇന്ന ആളുടെ വീട്ടിലാ ഞാനിപ്പോ ഉള്ളത്. അയാളിതാ ഒളു എടുത്ത് കിടക്കാണ്. റബ്ബേ, ഉണരുന്നവരെ ഞാൻ നിന്നോട് ചോദിക്കട്ടെ, ഈ മനുഷ്യന് നീ പൊറുക്കണേ. അള്ളാഹുവിന്റെ മലക്ക് ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏഴാമത്തെ ഘട്ടം മലക്ക് ദുആ ചെയ്യുന്നത് ഇൻദ തഅലീമിൻ നാസിൽ ഖൈറാ. അള്ളാഹു കബൂലാക്കട്ടെ. ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞു കൊടുക്കണ ആക്ക് മലക്ക് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
മഹാനായ ഇമാം തുർമുദി അവിടുത്തെ ജാമിഅയിലെ ഹദീസ് പറയുന്നുണ്ട്, നബി ഉമാമ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്നല്ലാഹ വ മലായികതഹു വ അഹ്ലുസ് സമാവാതി വൽ അർളി ഹത്ത അൻ-നംല ഫീ ഹുജ്രിഹാ. ആകാശത്തിൽ മലക്കുകൾ മുഴുവൻ, സർവാധിപതിയായ അല്ലാഹുവും അവന്റെ മലക്കുകളും, ആകാശത്തിലെ സർവ്വ മലക്കുകളും ഭൂമിയിലെ സർവ്വ സൃഷ്ടിചരാചരങ്ങളും, എന്തിനേറെ മാളത്തിലിരിക്കുന്ന ഉറുമ്പ് പോലും ദുആ ചെയ്യുന്നു. വഹത്തൽ ഹൂതി, സമുദ്രത്തിന്റെ അടിയിലുള്ള മത്സ്യവും ദുആ ചെയ്യുന്നു. ആർക്ക് വേണ്ടി? ലയുസല്ലൂന അലാ മുഅല്ലിമിൻ നാസിൽ ഖൈർ, ജനങ്ങൾക്ക് ഇൽമു പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നു. നബി മുഹമ്മദ് മുസ്തഫ. ഇമാം തുർമുദിയുടെ ജാമിഅയിലെ ഹദീസ് ഉണ്ട്. ഇതൊരു സാധാരണ ഹദീസ് അല്ല, ബിസനദിൻ സ്വഹീഹ്, സ്വഹീഹായ ഹദീസാണ്. അല്ലാഹു ആ ആനുകൂല്യത്തിൽ പറഞ്ഞു കൊടുക്കുന്നവർക്കും കേട്ടിരിക്കുന്നവർക്കും ഭാഗ്യം നൽകട്ടെ. 7 സന്ദർഭങ്ങളെ പാഴാക്കാൻ പാടില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. 7 സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.